ഇനി അടുത്ത ഭാഗം ജേർണൽ എൻട്രീസ് എന്നാണ്. അതായത് നമ്മളെ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൽ അക്കൗണ്ടിങ് റൂൾസ് ഉപയോഗിച്ച് ഡെറ്ററേയും ക്രെഡിറ്ററേയും കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിച്ച് നരേഷൻ എഴുതിയാണ് നമ്മൾ പൂർത്തീകരിക്കുന്നത്. ഈ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുന്ന അക്കൗണ്ട് ബുക്ക് എന്ന് പറയുന്നത് ജേർണലാണ്. ഡെഫിനിഷൻ്റെ അവസാനം പറയുന്നുണ്ട്, ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ് എന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ബുക്കാണ് ജേർണൽ എന്ന് പറയുന്നത്. ഈ ബുക്കിന് തന്നെ വേറെ ചില പേരുകളുമുണ്ട്. ഒന്നാമത് ജേർണൽ എന്ന് പറയുന്നു, രണ്ടാമത് ഡേ ബുക്ക് എന്ന് പറയുന്നു, മൂന്നാമത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നു, നാലാമത്തേത് ബുക്ക് ഓഫ് പ്രൈമറി എൻട്രീസ് എന്ന് പറയുന്നു, ഇനി അഞ്ചാമത്തേത് നാൾവഴി എന്നും പറയുന്നു. ഇതെല്ലാം ഒരേ പേരാണ് ഇതിനെല്ലാം ഉള്ളത്. അപ്പോൾ ഇതിൽ ഏത് പേര് വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ ഡേ ബുക്കെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക, പല ബുക്കുകളിലും പല രീതിയിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ജേർണൽ എന്ന് പറയുന്ന ബുക്കിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആ ബുക്കിൻ്റെ ഷേപ്പാണ്, ജേർണലിലുള്ള കോളംസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കോളം എന്ന് പറയുന്നത് ഡേറ്റ് എഴുതാനാണ്. ഈ രണ്ടാമത്തെ കോളം പർട്ടിക്കുലേഴ്സാണ്. മൂന്നാമത്തെ കോളം ലെഡ്ജർ ഫോളിയോ എന്ന് പറയും. LF എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ എന്നാണ്. അതിനെപ്പറ്റി പിന്നീട് പ്രതിപാദിക്കാം. ഇനി എമൗണ്ട് ടു ബി ഡെബിറ്റഡ്, അല്ലെങ്കിൽ ഡെബിറ്റ് കോളമാണ് ആദ്യത്തെ കോളം. അടുത്ത കോളം എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ്. അപ്പോൾ നമുക്കൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഡെറ്ററും ക്രെഡിറ്ററും ഉണ്ട്. അപ്പം അത് നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ അതിന് ഈ കോളംസ് വരയ്ക്കുന്ന രീതി, ഒന്നാമത്തെ കോളം ആണ് ഈ കോളംസ് വരയ്ക്കുന്ന ജേർണലിൻ്റെ മുകളിലായിട്ട് ആദ്യം ഒരു ലൈൻ ഇടുക, ഇനി 2 ലൈൻ ഇടുക. ഇത് നമ്മളുടെ വ്യത്യാസം കാണാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട് ടു ബി ഡെബിറ്റഡ് കോളം, എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് കോളം. അതായത് ഡെറ്ററും ക്രെഡിറ്ററും ഈ കോളത്തിൽ വെക്കണമെന്ന് സാരം. ഇനി അതിൻ്റെ എമൗണ്ട് കോളം ഇങ്ങനെ വേണം വരയ്ക്കാനായിട്ട്. 2 എമൗണ്ട് കോളം വേണം, ഒരു ലെഡ്ജർ ഫോളിയോ കോളം വേണം, ഇടത് അറ്റത്തൊരു ഡേറ്റ് കോളം വേണം. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ അന്വേഷിച്ചാൽ കാണാം. അക്കൗണ്ടൻസിയുടെ പുസ്തകത്തിൽ ജേർണൽ എൻട്രീസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ജേർണൽ എന്ന് പറയുന്ന ഈ ഒരു ബുക്കിൽ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും എഴുതി വെക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പം ജേർണലിൻ്റെ അകത്ത് നമ്മൾ ഡബിൾ എൻട്രി കൂടെ എഴുതി വെക്കുമ്പോൾ അതിനെ ജേർണൽ എൻട്രീസ് എന്ന് പറയും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തരുന്നത് എങ്ങനെയായിരിക്കും, ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ആണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പറയുന്ന ഡെബിറ്റ് ട്രാൻസാക്ഷനിൽ നിന്ന്, ബിസിനസ് ട്രാൻസാക്ഷനിൽ നിന്ന് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിച്ച് ഈ ജേർണലിൽ എഴുതുക എന്നാണ് അതിൻ്റെ മുഴുവൻ അർത്ഥവും. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ജേർണലിൽ നമ്മൾ ആദ്യത്തെ എൻട്രി എഴുതി വെക്കുകയാണ്. അതായത് 1/1/2022 ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 5 lakhs, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 5 lakhs ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് കോളത്തിൽ 5 lakhs ബീയിങ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ ആസ് പെർ റെസിപ്റ്റ് നമ്പർ 1. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ എക്ക് രസീത് കൊടുത്ത ആരാണ്? നമ്മുടെ ടോം എന്ന് പറയുന്ന നമ്മുടെ അക്കൗണ്ടൻ്റാണ്. അപ്പം ടോമാണ് നമ്മുടെ A1 സ്റ്റോഴ്സ് എന്നുള്ള ഇതിൽ, അതായത്
A1 സ്റ്റോഴ്സ്. ഇതിൽ ടോമാണ് ഇവിടുത്തെ ആൾ, അക്കൗണ്ടൻ്റ്. അപ്പം ടോം ഈ A1 സ്റ്റോഴ്സിൽ ഇരുന്ന് അക്കൗണ്ട് എഴുതിയപ്പോൾ ക്യാഷ് കിട്ടിയപ്പോൾ ക്യാഷ് വന്നെന്ന് എഴുതി വെച്ചു. ആരാണ് തന്നത്? ക്യാപിറ്റലായിട്ട് A ആണ് തന്നത്. ടു ക്യാപിറ്റൽ അക്കൗണ്ട്, അത് AS ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് അതിൻ്റെ ശരി. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയാലും ശരിയാണ്, അല്ലെങ്കിൽ AS ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് തന്നെ എഴുതിക്കോളൂ. AS ക്യാപിറ്റൽ അക്കൗണ്ട് ഇങ്ങനെയാണ് നമ്മൾ ആദ്യം എൻട്രി എഴുതി വെച്ചിരുന്നത്. നമ്മൾ ആ റഫായിട്ടൊന്നും എഴുതിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ AS ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി 5 lakhs എന്ന് എഴുതി വെച്ചു. ഇനി അതിൽ ബീയിങ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പേ ക്യാപിറ്റൽ തന്നു കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ഒന്നാമത്തെ രസീതാണ് ടോം എഴുതി കൊടുത്തത്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഡെബിറ്റ് ഐറ്റം ആദ്യം എഴുതുക. ഇപ്പം ക്യാഷ് അക്കൗണ്ട് എന്നാണ് ഡെബിറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നേരെ ആ എമൗണ്ട് 5 lakhs എന്ന് എഴുതി വെച്ചു. ഇനി രണ്ടാമത്തെ ഐറ്റം എഴുതുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുക. അത് ഡെബിറ്റ് ഐറ്റം അവസാനിക്കുന്നിടത്തുനിന്ന് വേണം തുടങ്ങാനായിട്ട്. അപ്പോൾ ആദ്യം 2 ചേർക്കണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഇവിടെയാണ് അവസാനിച്ചപ്പം അവിടെ 2 ചേർത്തു. ഇനി ക്യാഷ് അക്കൗണ്ട് ഇവിടെയാണ് അവസാനിക്കുന്നതെന്നെങ്കിലോ അവിടെ 2 ചേർത്ത് വേണം ക്രെഡിറ്റ് ഐറ്റം എഴുതാനായിട്ട്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇനി മറ്റൊരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഡെബിറ്റ് ഐറ്റം എഴുതി, ഡെബിറ്റ് ഐറ്റം ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഇവിടെ ഒരു സെൻറ്റർ വരെ വന്നെന്ന് വിചാരിക്കും. അതാണ് ഇപ്പോൾ നമ്മുടെ സെൻറ്റർ പോയിൻ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റർ നമ്മളൊന്ന് അടയാളപ്പെടുത്തിയേക്കുക. ഇപ്പോൾ ഈ ക്യാഷ് അക്കൗണ്ട് നമ്മൾ എഴുതി ഈ സെൻട്രൽ പോയിൻ്റ് കഴിഞ്ഞ് ഇവിടം വരെ വന്നെന്ന് വിചാരിക്കുക. സെൻട്രൽ പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് ഐറ്റം ഇവിടെ വേണം തുടങ്ങാനായിട്ട്, സെൻട്രൽ പോയിൻറ്റിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. ക്യാഷ് ആദ്യത്തെ ഐറ്റം സെൻട്രൽ പോയിൻ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ 2 ഇവിടെ തുടങ്ങി വേണം, 2 എന്ന് തുടങ്ങിയിട്ട് വേണം ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതാനായിട്ട്. ഇനി സെൻട്രൽ പോയിൻറ്റിന് മുമ്പ് ആദ്യത്തെ ഐറ്റം അവസാനിച്ചാൽ, അതായത് ഇവിടം വരെ ആണെങ്കിൽ ഈ സെൻട്രൽ ആദ്യത്തെ ഐറ്റത്തിൻ്റെ നേരെ താഴെ വേണം അടുത്ത 2 ചേർത്ത് ക്രെഡിറ്റ് ഐറ്റം എഴുതാനായിട്ട്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് 5/1/2022 നമ്മൾ ഒരു ബിൽഡിങ്ങിൽ ഒരു റൂം എടുത്തു. നമ്മളതിന് അഡ്വാൻസ് കൊടുക്കണം, സെക്യൂരിറ്റി കൊടുക്കണം. അപ്പം ബിൽഡിങ് അഡ്വാൻസായിട്ട് നമ്മൾ 10,000 രൂപ കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പം ബിൽഡിങ് അഡ്വാൻസ് കൊടുക്കുമ്പോൾ ഈ ബിൽഡിങ് നമ്മളിങ്ങോട്ട് എടുക്കുകയാണ് ഇത്. അപ്പോൾ നമുക്കൊരു അസറ്റാണ് വന്നത്. അതുകൊണ്ടാണ് ബിൽഡിങ് അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ എന്നെഴുതിയിട്ട് 10,000 എന്നെഴുതി വെച്ചേക്കുന്നത്. ഇനി അതിൻ്റെ ക്രെഡിറ്റ് വേണം, അത് ആദ്യത്തെ ഐറ്റത്തിൻ്റെ നേരെ താഴെ വേണം വരാനായിട്ട്. അപ്പോൾ ടു ക്യാഷ് അക്കൗണ്ട്, ക്യാഷായിട്ടാണ് കൊടുത്തത് 10,000 രൂപ. അപ്പോൾ നമ്മൾ 10,000 രൂപ ഡെബിറ്റും വന്നു ക്രെഡിറ്റും വന്നു. ഇനി അതിൻ്റെ നരേഷൻ എഴുതി വെക്കണം. ബീയിങ് അഡ്വാൻസ് പെയ്ഡ് ഫോർ ബിൽഡിംഗ് ആസ് പെർ വൗച്ചർ നമ്പർ 2. അത് രണ്ടാമത്തെ വൗച്ചറാണ് നമ്മൾ കൊടുത്തത്. ആദ്യത്തെ വൗച്ചർ എവിടെയാണ്? ബാങ്കിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ബാങ്കുകാർ ഒരു രസീത് തന്നാൽ രസീതിനെ നമ്മൾ വൗച്ചർ എന്ന് വിളിക്കുന്നു, ഒന്നാമത്തെ വൗച്ചർ. രണ്ടാമത്തെ വൗച്ചർ നമ്മൾ ബിൽഡിംഗ് അഡ്വാൻസ് കൊടുത്തതാണ്. അതാണ് അതിൻ്റെ എൻട്രിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബിൽഡിംഗ് അഡ്വാൻസ് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ 6/1/2022 ഓഫീസ് ഫർണിച്ചർ വാങ്ങി. അപ്പോൾ നമ്മൾ ഓഫീസ് ഫർണിച്ചർ ഡെബിറ്റ് ചെയ്തിട്ട് 5,000 എന്ന് എഴുതി വെച്ചു. ഇനി അതിന് ക്യാഷ് കൊടുത്തു. അപ്പോൾ ക്യാഷ് 5,000 എന്ന് എഴുതി വെച്ചു. ഇവിടെ സെൻട്രൽ പോയിൻ്റ് ഏകദേശം ഒന്ന് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെൻട്രൽ പോയിൻറ്റിൻ്റെ താഴെ നിന്ന് ക്യാഷ് അക്കൗണ്ട് ആരംഭിച്ചത്. ക്യാഷ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി 5,000 എന്ന് എഴുതി വെച്ചു. ബീയിങ് ഓഫീസ് ഫർണിച്ചർ പർച്ചേസ്ഡ് ആസ് പെർ വൗച്ചർ നമ്പർ 3. അപ്പോൾ വൗച്ചർ നമ്പർ 1 ആർക്കായിരുന്നു? ബാങ്കിൽ കാശ് കൊടുത്തപ്പോൾ 1 എന്ന് എഴുതി വെച്ചു വൗച്ചർ നമ്പർ. രണ്ടാമത് നമ്മൾ ഓഫീസിന് സെക്യൂരിറ്റി കൊടുത്തപ്പോൾ, കെട്ടിടത്തിന് സെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞ് ബിൽഡിംഗ് സെക്യൂരിറ്റി കൊടുത്തപ്പോൾ രണ്ടാമത്തെ വൗച്ചർ എഴുതി വെച്ചു. ഇനി ഫർണിച്ചർ വാങ്ങിയപ്പോൾ നമ്മൾ മൂന്നാമത്തെ വൗച്ചർ എഴുതി വെച്ചു. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് കാണിച്ചത്, ഈ സെൻട്രൽ പോയിൻ്റ് കഴിഞ്ഞും ഡെബിറ്റ് ഐറ്റം വന്നതുകൊണ്ട് ആ സെൻട്രൽ പോയിൻറ്റിൻ്റെ നേരെ വേണം 2 ചേർക്കാനായിട്ട്. അതൊന്ന് ബോധ്യപ്പെടുത്താനായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത എൻട്രി
ഇവിടെ നമ്മൾ 7/1/2022 കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ എഴുതി വെച്ചു കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെറ്റർ 10,000. ഇനി അതിന് ക്യാഷാണ് കൊടുത്തത്. ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് 10,000. ബീങ് കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് ആസ് പെർ വൗച്ചർ നമ്പർ 4. അപ്പം ഇവിടെ കമ്പ്യൂട്ടർ ക്യാഷ് പെയ്ഡ് ആസ് പെർ വൗച്ചർ നമ്പർ 4 എന്ന് എഴുതിയാൽ ശരിയാണ്. അത്രയും നമ്മൾ എഴുതുക. ഇനി ഈ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഓരോ സ്റ്റെപ്പ് എൻട്രീസും കഴിയുമ്പോൾ പർട്ടിക്കുലേഴ്സ് കോളം മാത്രം ഇങ്ങനെ വരച്ചു വെക്കുക. ഇനി 9/1/2022 സാലറി കൊടുത്തു. അപ്പം സാലറീസ് അക്കൗണ്ട് ഡെബിറ്റ് 5,000. ക്യാഷായിട്ടാണ് കൊടുത്തത്. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് 5,000. ബീങ് സ്റ്റാഫ് സാലറി പെയ്ഡ് ആസ് പെർ വൗച്ചർ നമ്പർ 5. ഇനി പർട്ടിക്കുലേഴ്സ് കോളം മാത്രം വരച്ച് ഇടുക. ഇനി 12/1/2022 നമുക്ക് ക്യാഷ് കിട്ടി. 1,000 രൂപ കിട്ടി. അതിൻ്റെ പേരിലാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡാണ്. ഇൻട്രസ്റ്റ് ആയിട്ട് 1,000 രൂപ ബാങ്കിൽ നിന്നും കിട്ടി. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് കിട്ടിയത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമുക്ക് പല ബാങ്കുകളിലും ഡിപ്പോസിറ്റ് കാണും. അപ്പോൾ ഏത് ബാങ്കിൽ നിന്നാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയത് അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന രസീതിന് നമ്മൾ വൗച്ചർ എന്നാണ്, വൗച്ചർ നമ്പർ ഇട്ട് വെക്കണം. ഇത് നമ്മൾ ഇടുന്ന നമ്പറാണ്. അവർ തരുന്ന രസീതിൽ അവരുടെ നമ്പറായിരിക്കും ഇടുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന മുറയ്ക്കുള്ള രസീത് നമ്പറുകളാണ് നമ്മളിവിടെ എഴുതി വെക്കേണ്ടത്. ഇനി അതിന് ശേഷം പർട്ടിക്കുലേഴ്സ് കോളം മാത്രം വരച്ചു കൊടുക്കുക. ഇനി 13/1/2022 ക്യാഷ് വിഡ്രോ എന്ന് പറഞ്ഞ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു ക്യാഷ് അക്കൗണ്ട് 10,000. ബീങ് ക്യാഷ് വിഡ്രോൺ ഫ്രം ഓഫീസ് ഫോർ പേഴ്സണൽ യൂസ്. ഇവിടെ ഈ ഓഫീസിൽ നിന്ന് പൈസ ഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രത്യേകം കാണിക്കണം. വിഡ്രോ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോകും. അത് ചിലപ്പം ക്യാപിറ്റലിൽ നിന്ന് ആണ് അത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓഫീസിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്ത് ക്യാഷ് എടുത്തു കഴിഞ്ഞാൽ അത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അത് 7ാമത്തെ വൗച്ചർ നമ്പറാണ്. ഓക്കെ. ഇനി നമ്മൾ 15/1/2022 കൂലി കൊടുത്തു, വേജസ് കൊടുത്തു. അപ്പം വേജസ് നോമിനൽ അക്കൗണ്ടാണ്, എക്സ്പെൻസ് ആയതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്യുക. വേജസ് അക്കൗണ്ട് ഡെബിറ്റ് 500, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് 500. ബീങ് വേജസ് പെയ്ഡ് ആസ് പെർ വൗച്ചർ നമ്പർ 8. ഇനി ഈ പർട്ടിക്കുലേഴ്സ് കോളം മാത്രം വരച്ചോളുക. 22/1/2022 ഓഫീസ് റെൻ്റ് കൊടുത്തു. അപ്പോൾ അതിന് ഓഫീസ് റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ 1000, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് 1000. ബീങ് ഓഫീസ് റെൻ്റ് പെയ്ഡ് ആസ് പെർ വൗച്ചർ നമ്പർ 9. പർട്ടിക്കുലേഴ്സ് കോളം മാത്രം വരച്ചോളുക. ഇത്രയും ട്രാൻസാക്ഷൻസാണ് നമ്മൾ ഈ ജനുവരി മാസത്തിൽ ചെയ്തത്. അപ്പോൾ ജനുവരി 1-ാം തീയതി മുതൽ 22-ാം തീയതി വരെ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും നമ്മൾ അത് ചെയ്തുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മൾ അന്നേരം ജേർണലിൽ എഴുതി വെക്കണം. അതായത് ഓരോ വൗച്ചറോ അല്ലെ രസീതോ നമ്മൾ എഴുതുമ്പോൾ തന്നെ നമ്മൾ ആ ഐറ്റം ജേർണലിൽ തീർച്ചയായിട്ടും എൻട്രി ചെയ്തിരിക്കണം. ഇനി പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ആവർത്തിക്കുകയാണ്. അതായത് അതിൻ്റെ മുൻഗണനാ ക്രമത്തിൽ ഓരോ എൻട്രിയും ഓരോ എൻട്രി എന്ന് പറയുന്നത് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. ഓരോ ഡെബിറ്റും ക്രെഡിറ്റും അപ്പോൾ തന്നെ ജേർണലിൽ എൻട്രി ചെയ്തിരിക്കണം. അപ്പോൾ ഈ ജേർണലിൽ ഈ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും എൻട്രി ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ജേർണലൈസിങ് എന്ന് പറയുന്നു. ഇനി നമ്മൾ ആ മാസത്തെ തീർന്നു. അപ്പോൾ ആ മാസം 31-ാം തീയതി നമ്മൾ
ഇതിൻ്റെ അത് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ജേർണൽ ക്ലോസ് ചെയ്യും. ജേർണൽ ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്നത് ഇത് ടോട്ടൽ ചെയ്യണം. അതായത് ആ മാസം ടോട്ടൽ എന്ന് പറഞ്ഞാൽ CD എന്ന് എഴുതി വെക്കുന്നു. ബാലൻസ് CD, ബാലൻസ് ക്യാരി ഡൗൺ എന്നാണ് എഴുതി വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു വരയിട്ടിട്ട് ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ എത്രയാണോ അത് ഇവിടെ എഴുതി വെക്കും. അപ്പോൾ അതിൽ ഒരു കറക്ഷനുണ്ട്. നമ്മൾ ബാലൻസ് ഒരു പേജ് തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ ടോട്ടൽ, ഡെബിറ്റ് ടോട്ടലും ക്രെഡിറ്റ് ടോട്ടലും കൂടെ തുല്യമാണെന്ന് നോക്കുക. നോക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ടോട്ടൽ ഇവിടെ എഴുതി വെക്കണം. എന്നിട്ട് അടുത്ത പേജിലേക്ക് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് എഴുതി വെക്കണം. BD എന്ന് എഴുതി വെക്കണം. BD. എന്നിട്ട് ഈ ടോട്ടൽ ഇവിടെ ഇപ്പം 1000 ആണെങ്കിൽ ഒരു ഉദാഹരണം എടുക്കുകയാണ്. ഇവിടെ 1000 അല്ലേ രണ്ടും വന്നേക്കുന്നത്. അപ്പം ഈ ക്ലോസിങ് ടോട്ടൽ എത്രയാണോ അത് അടുത്ത പേജിലേക്ക് ഇവിടെ ആദ്യം എഴുതി വെക്കണം. അപ്പം ഇവിടെ നമുക്ക് 1000 എന്ന് തൽക്കാലം അങ്ങ് എഴുതി വെക്കുകയാണ്. 1000 എന്ന് എഴുതി വെക്കുകയാണ്. അപ്പോൾ ഡെബിറ്റ് കോളോ ക്രെഡിറ്റ് കോളോ 1000 എന്ന് എഴുതി വെച്ചോളൂ. ഒന്നുകൂടെ പറയാം. നമ്മൾ ഒരു പേജ് തീരുമ്പോൾ ആ പേജിൻ്റെ ഡെബിറ്റ് ഐറ്റവും ക്രെഡിറ്റ് ഐറ്റവും എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ നേരെ ബാലൻസ് CD എന്ന് എഴുതുക. ആ ഡെബിറ്റ് ഐറ്റത്തിൻ്റെ ടോട്ടലും ക്രെഡിറ്റ് ഐറ്റത്തിൻ്റെ ടോട്ടലും കൂടെ എഴുതി ബാലൻസ് CD എന്ന് എഴുതി വെച്ചേക്കുക. എന്നിട്ട് അടുത്ത പേജിൽ ഇതുപോലെ തന്നെ ജേർണൽ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ എഴുതി വെച്ചേക്കണം ഇവിടെ മുതൽ എല്ലാ കോളംസും അടുത്ത പേജിൽ എഴുതി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഐറ്റംസും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട് ടു ബി ഡെബിറ്റഡ്, എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇതെല്ലാം അടുത്ത പേജിൻ്റെ ഹെഡിങ്ങായിട്ട് എഴുതിയിട്ട് ആ പേജിൻ്റെ ആദ്യം എഴുതി വെക്കണം. അതായത് ഇവിടെ എഴുതി വെക്കണം ബാലൻസ് BD. അപ്പം പഴയ പേജിൽ ഇതിന് മുമ്പിലത്തെ പേജിലെ ടോട്ടൽ എത്രയാണോ ക്യാരി ഡൗൺ ചെയ്തിരിക്കുന്നത് അത് ആ ടോട്ടൽ വേണം അടുത്ത പേജിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക. ഇത്രയും മനസ്സിലായി. ഇങ്ങനെയാണ് ജേർണലിൽ നമ്മൾ എൻട്രി എഴുതി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വെറുതെ റഫായിട്ട് എഴുതുക ഇത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ജേർണൽ എന്ന് പറയുന്ന ആ ബുക്കിൽ വേണം ഈ ഓരോ എൻട്രിയും എഴുതാനായിട്ട്. അതിന് വൗച്ചറും നമ്പറും, പണം കൊടുത്തതിന് മുഴുവൻ വൗച്ചർ നമ്പറും, രസീത് കിട്ടിയതിന് മുഴുവൻ രസീത് നമ്പറും ഇട്ട് വേണം എഴുതി വെക്കാനായിട്ട്. ഇപ്പോൾ ഒരു ഓഡിറ്റർ വന്നു കഴിഞ്ഞാൽ ആദ്യം ആ ഓഡിറ്റർ നോക്കുന്ന ഓരോ എൻട്രിയും എടുക്കും. 1-ാം തീയതി മുതൽ ഓരോ എൻട്രി എടുത്തിട്ട് അതിനനുബന്ധമായിട്ടുള്ള രസീതോ വൗച്ചറോ അവിടെ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഓഡിറ്റർ സൈൻ ചെയ്തോളൂ. അതാണ് കറക്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ജേർണലിനെ പറ്റി എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ പ്രോസസ്സാണ് നമ്മൾ ഏത് അക്കൗണ്ടിങ്ങിന് ചെന്നാലും നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രോസസ്സായിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സിലാണ് എല്ലാ അക്കൗണ്ടുകളും ചെയ്യേണ്ടത്. ഏത് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ അതിലെ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കുക. എന്നിട്ടത് ജേർണലിലേക്ക് എഴുതുക. അപ്പം അതിൻ്റെ രസീതും വൗച്ചറും കൃത്യമായിട്ട് ഫയൽ ചെയ്യുക. ഇപ്പോൾ രസീതെല്ലാം കൂടെ ഒരു ഫയലിൽ അതിൻ്റെ ഓർഡർ നമ്പർ 1, 2, 3 എന്നുള്ള ഓർഡർ നമ്പർ രസീത് ഫയൽ ചെയ്യുക. ഇനി വൗച്ചർ 1, 2, 3, 4 എന്നുള്ള ഓർഡർ നമ്പറിൽ വൗച്ചറും എടുത്ത് അടുക്കി അത് കൃത്യമായിട്ട് ഫയൽ ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഓഡിറ്റേഴ്സിന് എളുപ്പമുണ്ട്. അതായത് അക്കൗണ്ട് ഓഡിറ്റിൻ്റെ ഒരു പ്രത്യേകത എല്ലാ രേഖകളും കൃത്യമായിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് ഒരു സംശയം അവിടെ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ രേഖകളും കൃത്യമായിട്ടിരിക്കണം. അല്ലെങ്കിൽ ഓഡിറ്റർ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊക്കെ മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പിന്നെ മറ്റൊരു കാര്യം ഉള്ളത്, യാതൊരു കാരണവശാലും ഈ അക്കൗണ്ടിലൊന്നും വെട്ടിത്തിരുത്തൽ പാടില്ല. ജേർണൽ എഴുതുമ്പോഴോ അതുപോലെ ഏത് അക്കൗണ്ട് ബുക്ക് എഴുതിയാലും അവിടെ വെട്ടിത്തിരുത്തൽ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നങ്ങ് എഴുതി വെച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഓഫീസറിൻ്റെ അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് റെൻ്റല്ലായിരുന്നു, സാലറി ആയിരുന്നു കൊടുത്തത്. അപ്പോൾ സാലറി എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ റെൻ്റെന്ന് എഴുതി വെച്ചു. അപ്പോൾ തെറ്റാണ് അല്ലേ? അപ്പോൾ അതിന് നമ്മൾ തന്നെ ഓഫീസ് റെൻ്റ് റിവേഴ്സ് എൻട്രി വെച്ച് നമ്മളിത് ക്യാൻസൽ ചെയ്തിട്ട് സാലറി ഇന്ന് ഇവിടെ ചേർത്ത് കൊടുക്കുക. അടുത്ത ഒരു എൻട്രി ആയിട്ട് എഴുതി വെക്കുക. അടുത്ത എൻട്രി എഴുതുമ്പോഴും അതിന് ഈ കറസ്പോണ്ടിങ് വൗച്ചർ നമ്മൾ വെക്കണം. ആ വൗച്ചറിൽ കൃത്യമായ കാര്യങ്ങൾ നമ്മളതിൽ പറഞ്ഞിരിക്കണം. അത് ഇപ്പോൾ ഇങ്ങനെ നമ്മളിപ്പം വൗച്ചർ 9 എന്ന് എഴുതി ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വെട്ടിയിട്ട് 7 എന്നൊന്നും എഴുതാനൊക്കെയില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരിക്കലും വെട്ടിത്തിരുത്തൽ കൂടാതെ വേണം ഓരോ അക്കൗണ്ടുകളും നമ്മളിങ്ങനെ എഴുതാനായിട്ട്. ഇപ്പോൾ വളരെ ശ്രദ്ധ വേണം. അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഓവർ റൈറ്റിങ്, വെട്ടിത്തിരുത്തൽ ഇതൊന്നും ഒരിക്കലും അനുവദനീയമല്ല. അതൊക്കെ വളരെ കുറ്റകരമായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ
ഈ വൗച്ചറും രസീതും ഒക്കെ എടുത്ത് അത് എഴുതാനും അതുപോലെ തന്നെ ജേർണലിൽ എൻട്രി എഴുതാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇപ്പം അടുത്ത പേജ് ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ അടുത്ത് എഴുതി പോക്കണം. ഫെബ്രുവരി 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള നമ്മൾ എഴുതി പോക്കണം. അപ്പം നമ്മൾ ഈ വൗച്ചറിനും രസീതിനും നമ്പർ ഇടുമ്പം ഓരോ മാസത്തിലും 1 തുടങ്ങിക്കോളും. ആ മാസം അവസാനിക്കുന്നതോടെ വരെ എഴുതുക. അപ്പം അങ്ങനെയാകുമ്പം ഓരോ മാസത്തെയും രസീതും വൗച്ചറും എടുത്ത് ഓഡിറ്റർക്ക് പരിശോധിക്കാനായിട്ടുള്ള എളുപ്പ വഴിയാണത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വളരെ കൃത്യമായിട്ടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ലോകത്ത് ആദ്യമായിട്ട് അക്കൗണ്ടിങ് സമ്പ്രദായം നിലവിൽ വന്നത് മെസോപ്പൊട്ടേമിയ എന്നൊരു രാജ്യത്താണെന്ന് നേരത്തെ പ്രതിപാദിച്ചിരുന്നല്ലോ. അതായത് 7000 വർഷങ്ങൾക്ക് മുമ്പ് ഈ അക്കൗണ്ടിങ് രീതികൾ ഒക്കെ ലോകത്തുണ്ടായിരുന്നതാണ്. ഈ മെസോപ്പൊട്ടേമിയയുടെ ഒരു ഭൂഗോള മാപ്പാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. വേൾഡ് മാപ്പിൽ നിന്നും മെസോപ്പൊട്ടേമിയയുടെ ആ സ്ഥലം ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പടമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിനെപ്പറ്റി മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ മോഡേൺ അക്കൗണ്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലൂക്ക പാസിയോളിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയും ഇതോടുകൂടി ചേർത്തിട്ടുണ്ട്. അത് എല്ലാവരും ഓർത്തിരിക്കുമല്ലോ. ഇനിയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ മറ്റൊരു പ്രത്യേക കാര്യമുള്ളത്, ഈ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ അക്കൗണ്ടൻസി പുസ്തകം കാണുമല്ലോ എല്ലാവർക്കും, അവിടെ ജേർണൽ എൻട്രി എന്ന ഒരു ഭാഗമുണ്ട്. ജേർണൽ എൻട്രീസ് എന്നാണ് അതിൻ്റെ ഹെഡിങ്, മിക്കവാറും അങ്ങനെ ആയിരിക്കും. അത് നോക്കിയിട്ട് നിങ്ങൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആ ജേർണൽ എൻട്രീസ് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ ജേർണൽ എൻട്രീസ് എന്നുള്ള ഹെഡിങ്ങോട് കൂടി അതിൻ്റെ അകത്തൊരു കുറേ ഡെബിറ്റും ക്രെഡിറ്റും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്, ജേർണലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനോട് കൂടി എക്സസൈസസും ഉണ്ട്. അപ്പോൾ ആ എക്സസൈസസും നിങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. കാരണം ഇത് ആദ്യ അവസാനം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഡെബിറ്റും ക്രെഡിറ്റും അല്ലെങ്കിൽ ജേർണൽ എൻട്രി. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അക്കൗണ്ടിങ്ങിൻ്റെ ഏത് സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ എല്ലാം കാണുന്നത് ഈ 2 ഐറ്റമാണ്. ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അതെങ്ങനെ ജേർണലിൽ എഴുതാം. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ജേർണലിൽ എഴുതാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ പ്രാക്ടീസ് തന്നെ ചെയ്യണം. വളരെയധികം പ്രോബ്ലംസ് നിങ്ങൾ ഇതുപോലെ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിച്ച് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അതുപോലെ തന്നെ കൃത്യമായിട്ട് ജേർണൽ പൂരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും മറ്റൊരു അധ്യായമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.